ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് എന്നുള്ളതാണ്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് ഇന്ന് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പൈൽ നമ്പർ 1 അല്ലെങ്കിൽ കാർഡ് നമ്പർ 1, ഈ ഒരു പിക്ചറാണ് നിങ്ങളെ ആകർഷിക്കുന്നത്. ചിത്രത്തിലേക്ക് നോക്കുക. ചിത്രത്തിൽ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ആകർഷിക്കുന്നത് എങ്കിൽ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു പിക്ചറാണ് നിങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നതെങ്കിൽ നിങ്ങൾ പൈൽ നമ്പർ 2. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ഈ ഒരു പിക്ചറാണ് ഗണപതി ഭഗവാന്റെ കുംഭയാണ് നിങ്ങളെ ആകർഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു പിക്ചർ ആണെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലെ വേർഡ്സ് എല്ലാം നോക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ചൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ നമ്പർ 1, പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഏത് ദേവതയെ അല്ലെങ്കിൽ ഏത് ദേവനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങളുടെ ഇഷ്ടദൈവം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് റീഡിങ്സിൽ സ്പിരിച്വൽ ക്വസ്റ്റ്, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഇഫ് യു ബിലീവ്, നിങ്ങളുടെ ജീവിതചര്യകളിൽ മാറ്റങ്ങൾ വരുത്തുക. അതേപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി, നിങ്ങൾ എന്താണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിന്റെ അതായത് നിയോഗം എന്താണ്, ലൈഫ് പേർപ്പസ് എന്താണ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന സമയമായിരിക്കുന്നു. നിങ്ങളുടെ നിയോഗവും നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളും നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്ന് പറയുമ്പോൾ പലരും എപ്പോഴും ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിലേക്ക് മാത്രമാണ് ചിന്തിക്കുക. ആത്മീയമായിട്ട് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഭൂമിയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സോളും ഭൂമിയിൽ വന്നിട്ടുള്ളത് അവർക്ക് അവരുടേതായിട്ടുള്ള നിയോഗങ്ങളുണ്ട്. പലപ്പോഴും നമ്മളുടെ ഫിസിക്കൽ വേൾഡിൽ അകപ്പെട്ട് നമ്മളുടെ സോളിന്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാതെ തന്നെ ജീവിതം അവസാനിപ്പിച്ച് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ലൈഫിലേക്ക് വരുമ്പോൾ പലരും പറയാറുള്ളത് ലൈഫിൽ ഒത്തിരി ദുരിതങ്ങളാണ്, എന്തൊക്കെ ശ്രമിച്ചിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല. ചില ആളുകൾ പറയും അസ്ട്രോളജി നോക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു, എന്നിട്ടും ഒന്നും ചേഞ്ച് ആവുന്നില്ല എന്നുള്ളത്. കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ നിയോഗം, നിങ്ങളുടെ ലൈഫ് പേർപ്പസ് മീറ്റ് ചെയ്യാതെയാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ റിയലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫുൾ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. ടു ബി ഈ ഒരു ലോകത്തിന് നന്മ ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അറിയുന്നോ ഇല്ലയോ, നിങ്ങളുടെ ഉള്ളിലൊരു ആത്മീയമായിട്ടുള്ള ഒത്തിരി ചോദ്യങ്ങളുണ്ട് ആത്മീയതയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുകയാണ്. നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമായിരിക്കും, അതായത് നിങ്ങളുടെ ജീവിതയാത്ര. അപ്പോൾ ഓരോരുത്തരുടെയും നമ്മൾ പറയില്ല കസ്റ്റമൈസ്ഡ് ആണെന്ന്. ചില വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ചില ഷൂസ് ഒക്കെ കാണിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആണ്. കാരണം ആ വ്യക്തിക്ക് മാത്രമാണ് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്തിട്ടുള്ളതാണ്, വ്യക്തിക്ക് മാത്രമാണുള്ളത്. അതൊരു ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പറ്റില്ല. അതുപോലെയാണ് നിങ്ങളുടെ ലൈഫ്, എല്ലാവരുടെയും ലൈഫ് കസ്റ്റമൈസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്കാണ് കഴിയുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ സഹായത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നിങ്ങൾ ഒത്തിരി കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ ജേർണി നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ സബ് കോൺഷ്യസിലാണ് അത് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ കോൺഷ്യസ് മൈൻഡിലേക്ക് അത് കടന്നു വരുന്നില്ല, നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പാത്തിലൂടെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ഡിസ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത രീതികൾ, നമ്മളെ ഫാമിലി ലൈഫ്, എന്ന് വെച്ചാൽ നിങ്ങൾ ആത്മീയത എന്ന് പറഞ്ഞാൽ സന്യാസത്തിലേക്ക് പോകണം, ഫാമിലി ലൈഫ് വിടണം എന്നുമല്ല. കാരണം നമ്മളത് വ്യക്തമായിട്ട് ഇവിടെ പറയുന്നില്ലെങ്കിൽ ചില ആളുകൾ ആ ലെവലിലേക്ക് ചിന്തിക്കും.
നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിൽ നിങ്ങളുടെ ബന്ധങ്ങളും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളാണ്, അതും നിങ്ങളുടെ ഒരു പേർപ്പസ് ആണ്. അതിൽ ശ്രദ്ധിക്കണം, പക്ഷെ അതിൽ മുഴുകിപ്പോകരുത് എന്നുള്ളതാണ്. അതേപോലെ ചിലപ്പോൾ നിങ്ങൾ മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ ഗെയിംസ്, മൊബൈൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്നത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ ഒത്തിരി പോസിറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരാധിക്കേണ്ടത് ലക്ഷ്മി ദേവിയെ ആരാധിക്കാം. ഫിസിക്കൽ വേൾഡിൽ, അതായത് ഈ ഒരു ലോകത്തിൽ നിങ്ങൾക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ദുരിതം അനുഭവിക്കുന്നവരാണെങ്കിൽ, നമ്മൾ പറയില്ലേ, ഇപ്പോൾ ഒന്നിനും ഒത്തിരി സ്ട്രെസ്സാണ്. കാരണം എല്ലാ കാര്യങ്ങളും രണ്ടറ്റവും കൂട്ടുമുറ്റിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്ത് തന്നെയായാലും ഇവിടെ നിങ്ങൾ ലക്ഷ്മി ദേവിയാണ്, ലക്ഷ്മി സഹസ്രനാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക, ഹിന്ദുസ് ആയിട്ടുള്ളവരാണ് എങ്കിൽ. അതേപോലെ തന്നെ മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റ് റിച്വൽസ് ചെയ്യാം. അപ്പോൾ റിച്വൽസിനെ കുറിച്ചിട്ടുള്ള നമ്മൾ ഇതിനു മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി ആദ്യം മാറ്റാൻ ശ്രമിക്കുക. റിലീസ് നെഗറ്റിവിറ്റി എന്നൊരു പേപ്പറിൽ എഴുതി അത് കത്തിച്ചു കളയുക. ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ 7 വീക്സിൽ ഓരോ ദിവസത്തിലും നിങ്ങളത് പ്രത്യേകം വ്യാഴാഴ്ച ദിവസം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടൈം നിശ്ചയിച്ചിട്ട്, ഒരു ഡേ നിശ്ചയിച്ചിട്ടും ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ചയാണെങ്കിൽ അത്രയും നല്ലത്. 7 വീക്സിൽ ചെയ്യുക ഈ റിലീസ് നെഗറ്റിവിറ്റി എന്നുള്ളത്. അതോടൊപ്പം തന്നെ നിങ്ങളുടേതായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മാനിഫെസ്റ്റേഷൻ ശ്രമിക്കുക. വെൽത്ത്, സമൃദ്ധി നിങ്ങളിലേക്ക് കൊണ്ടുവരും. വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. സമൃദ്ധി എന്ന് പറയുമ്പോൾ ഐശ്വര്യമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. സമ്പത്ത്, അതായത് പൈസ എന്നുള്ള രീതിയിലല്ല, മറിച്ച് ജീവിതത്തിൽ ഒരു ഐശ്വര്യം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ഉണ്ണിക്കണ്ണനെയാണ് ആരാധിക്കേണ്ടത്. ഗുരുവായൂർ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു നിയോഗം എന്ന് പറയുന്നത്, മറ്റൊരു കാര്യം, ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രഗ്നൻസി, ഇതുവരെ കുട്ടികളില്ലാത്തവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു കുട്ടിയെ ദത്തെടുക്കാം എന്നുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ദേവകിയും യശോദയാണ് കൂടുതലായിട്ട് കൃഷ്ണന്റെ അമ്മ എന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥ അമ്മ യശോദയല്ല. അപ്പോൾ എന്നിരുന്നാലും അമ്മ എന്ന് പറയുമ്പോൾ എല്ലാവരും യശോദ എന്നുള്ളതാണ് കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് നിങ്ങളുടെ കുട്ടികൾ എന്നുള്ള രീതിയിലല്ല, വീട്ടിൽ മറ്റു കുട്ടികൾക്ക് വേണ്ടിയിട്ട്, എന്തെങ്കിലും അനാഥാലയങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. ഒരു കുട്ടിയുടെ പഠനം ഏറ്റെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉണ്ണിക്കണ്ണൻ ഗുരുവായൂർ പോകുന്നതും നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ കൂടുതലായിട്ട് ആരാധിക്കുക എന്നുള്ളതാണ്. അതേപോലെ പല കാര്യങ്ങളിലും നിങ്ങൾ ജീവിതത്തിൽ വിജയം നേടുന്നതിന് സംബന്ധിച്ച് കുട്ടികളുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിയോഗം ചിലപ്പോൾ അതായിരിക്കും. ആരോരുമില്ലാത്ത, അച്ഛനമ്മമാരില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില ആളുകളുടെ നിയോഗം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നോ അതിൽ കൂടുതലോ കുട്ടികളുടെ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോയി അവരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വിവാഹം വരെ കഴിച്ച് അയപ്പിക്കുന്ന അത് നിങ്ങളുടെ നിയോഗമാണ്. അതായത് മറ്റൊരു ജീവിതം തന്നെ, അതായത് രക്തബന്ധമില്ലാത്ത മറ്റൊരു ജീവിതം തന്നെ, മറ്റൊരു വ്യക്തിയുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ നിയോഗമായിരിക്കാം. അതിന് നിങ്ങൾ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. സോ നിങ്ങൾ പൈൽ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എന്താണ് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രപഞ്ചശക്തി നൽകുന്ന സന്ദേശം, അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടദേവൻ, നിങ്ങൾ ആരെയാണ് ഇവിടെ ആരാധിക്കേണ്ടതെന്ന് നോക്കാം.
ഗരുഡൻ സ്വാമിയാണ്. അതേപോലെ തന്നെ യോഗി കപില ദേവനെ അതേപോലെ തന്നെ ആരാധിക്കുക. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നില്ല എങ്കിൽ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും, അതായത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് അതിലേക്ക് ഞാൻ കൂടുതലായിട്ട് വരാം. ആദ്യം തന്നെ ഫസ്റ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികളാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്ന വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുറച്ചുകൂടി താല്പര്യം പ്രകടിപ്പിക്കുക. നോളജ് ആണ്, അതായത് വിദ്യാഭ്യാസം, കൂടുതൽ അറിവ് നേടുക എന്നുള്ളതാണ്. അപ്പൊ വിദ്യാർത്ഥികൾ തന്നെ ആയിരിക്കണമെന്നില്ല, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അറിവ് നേടാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതല്ല, നമ്മൾ അറിവ് നേടുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുക, പുസ്തകങ്ങൾ വായിക്കുക, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള ധാരണകൾ അതിൽ നിങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷൻ ആണ് ഇവിടെ ഒന്ന്. കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതും ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഉയർന്ന വിദ്യാഭ്യാസ കാര്യങ്ങൾ നിൽക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ചില പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ ഒരു പരിശ്രമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു നിൽക്കുക. അപ്പൊ അതിലെവിടെയാണ് ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ ലൈഫ് പേർപ്പസ് അല്ലെങ്കിൽ നിയോഗം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനം നേടുക മാത്രമല്ല, മറ്റുള്ളവരിലേക്ക് നൽകുക എന്നുള്ളത് കൂടിയിട്ട് വളരെ പുണ്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത്. അറിവ് പകർന്നു കൊടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു നിൽക്കുന്നവരാണ്, നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒത്തിരി ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോഴും നിങ്ങൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുക, കൂടുതൽ അറിവ് നേടുക, ഇതൊക്കെ നിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാവാത്ത ഒരാളാണെങ്കിൽ കൂടിയും അതിനർത്ഥം നിങ്ങൾക്ക് കഴിവില്ല എന്നുള്ളത്, പുസ്തകങ്ങൾ വായിക്കാനോ കൂടുതൽ ജ്ഞാനം നേടാനോ അറിവ് നേടാനോ കഴിവില്ല എന്നുള്ളതല്ല. അത് മാർക്കിന്റെ അടിസ്ഥാനത്തിലല്ല ഇതിവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഒരു സമയത്ത് പല ആളുകളും നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ചിട്ട് മാർക്കുകൾക്കാണ് പ്രാധാന്യം. പക്ഷെ ചില ആളുകൾക്ക് ചില പ്രത്യേക വിഷയങ്ങളിലായിരിക്കും താല്പര്യം കൂടുതൽ. ആ വിഷയത്തിൽ അവൾ വളരെ ബ്രില്യൻ്റ് ആയിരിക്കും, പക്ഷെ മറ്റു വിഷയങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന്. ആ ഇഷ്ടങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതുമായിട്ട് ബന്ധപ്പെടുത്തി പുസ്തകങ്ങൾ വായിക്കുക. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളിപ്പോൾ അറിവ് പകർന്നു നൽകുക എന്ന് പറഞ്ഞു, ട്യൂഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് അറിവ് പകർന്നു നൽകുന്നത് നിങ്ങളുടെ നിയോഗമാണ്. അതിപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് പിന്നിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ട്യൂഷൻ എടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫീസ് വാങ്ങിച്ചിട്ട് ട്യൂഷൻ എടുക്കുന്നതാണെങ്കിൽ കൂടിയും അതൊരു നിയോഗമാണ്. കാരണം നിങ്ങൾ അറിവ് പകർന്നു നൽകുക, നിങ്ങൾ ആ ഒരു പ്രവൃത്തിയിൽ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മൾ എല്ലാം ഫ്രീ ആയിട്ട് ചെയ്താൽ മാത്രമാണ് നമ്മളുടെ നിയോഗം പൂർത്തിയാകും എന്നുള്ളതല്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യം വളരെ സത്യസന്ധതയോട് കൂടിയിട്ട് മനസ്സറിഞ്ഞ് വ്യക്തതയോട് കൂടിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്ക് പുസ്തകങ്ങളോ മറ്റു കാര്യങ്ങളോ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ജ്ഞാനം നേടുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതേപോലെ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കോൺസെൻട്രേഷൻ്റെ ഒരു എനർജി ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങളൊരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് അതിലേക്ക് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുക. റിസർച്ച് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയാം. സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. ഒത്തിരി ആളുകളുമായിട്ട് സംസർഗം ഉണ്ടാക്കുക. ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് റെസ്പെക്റ്റോട് കൂടിയിട്ടും സംസ്കാരത്തോട് കൂടിയിട്ടും സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗരുഡൻ സ്വാമിയാണ് വന്നിരിക്കുന്നത്. ഗരുഡൻ എന്ന് പറയുന്നതും നമ്മളറിയാം ഈ വാഹനമാണ്, മഹാവിഷ്ണുവിന്റെ വാഹനമാണ് ഗരുഡൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് വന്നിരിക്കുന്നത് നിങ്ങൾ ഗരുഡൻ സ്വാമി ആരാധിക്കുക, ഗരുഡൻ ഗാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഗരുഡൻ ക്ഷേത്രം സന്ദർശിക്കാം. ഇത് ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ
നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഇപ്പോൾ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അതേപോലെ നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ടും ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾ ഒത്തിരി ആളുകൾ സമയമൊക്കെ ഒത്തിരി നല്ലതാണ്, എന്തൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഒന്നും എങ്ങും എത്താൻ പറ്റുന്നില്ലാത്ത ആളുകളാണ് എങ്കിൽ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഗരുഡൻകാവ് ക്ഷേത്രം സന്ദർശിക്കാം. പിന്നെ ഇതിൽ പറയാനുള്ളത്, ഇവിടെ മതപരമായിട്ടുള്ള സാഹചര്യം ഒന്നുമില്ല. ഗരുഡൻകാവിൽ എല്ലാവർക്കും പോകാവുന്ന, പലരും മറ്റു മതത്തിൽപ്പെട്ടവരും വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിന് വേണ്ടുന്ന വഴിപാടുകളും കാര്യങ്ങളും നിങ്ങളുടെ ഇതിൽ നടത്താവുന്നതാണ്. എന്തെങ്കിലും ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സർപ്പദോഷങ്ങളോ മുൻജന്മത്തിൽ ഉണ്ടായിട്ടുള്ള സർപ്പവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതും ഈ പറഞ്ഞ പോലെ വിജ്ഞാനവും വിവേകം നേടുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സഹായകരമാവും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജ്ഞാനം നേടാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുകയും ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു ഇത് നിങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഏതൊരു തടസ്സത്തിലും നിങ്ങളെ മുന്നേറാനായിട്ട് സഹായിക്കുന്നു എന്നതുപോലെ തന്നെ ഒരു മിതത്വം, അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അഹം എന്നുള്ളൊരു ഭാവമില്ല, അതൊരു സേവാഭാവം ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു സേവാഭാവത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാനും അതേസമയം തന്നെ നിങ്ങളെ ഒരു ചവിട്ടിയായിട്ട് ആരും കാണാതിരിക്കാനും അതായത് നിങ്ങളൊരു സേവാഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർക്കും നിങ്ങളെ ചവിട്ടി മെതിക്കാമെന്നുള്ളതല്ല. അതേസമയം തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റോടും ആത്മാഭിമാനത്തോടും കൂടിയിട്ട് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഇവിടെ ചില ആളുകൾ വിനയം എന്ന് പറയുമ്പോൾ അതിവിനയമായി മാറും. കാരണം അപ്പൊ എല്ലാവരുടെ മുമ്പിൽ സബ്മിസീവായിട്ട്, അതായത് വളരെ താഴ്മയോട് കൂടിയിട്ട് നിൽക്കാം, വിനയത്തോട് കൂടിയിട്ട് നിൽക്കുക, ഇതൊക്കെയുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് അത് കൂടുതലായി, ഇപ്പോൾ നമ്മൾ ചക്ര ബാലൻസിനെ കുറിച്ച് പറയുമ്പോൾ ബ്ലോക്ക്ഡ് ആവാം. അതേപോലെ തന്നെ ഒരെണ്ണം ഇത്തിരി കൂടുതലായി പോവുകയാണെങ്കിൽ കൂടുതലും കുറവും എന്നുള്ള രീതിയിൽ കുറേ അധികം ഒത്തിരി അങ്ങ് വിനയം എന്ന് പറയുമ്പോൾ സ്വന്തം ആത്മവിശ്വാസം പണയപ്പെടുത്തി മറ്റൊരാളുടെ കാൽ കീഴിൽ കിടക്കുക എന്ന് പറയുന്നത് വിനയമല്ല. അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവരും ഗരുഡൻകാവ് സന്ദർശിക്കാം എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോർഡ് കപിലയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. നെഗറ്റീവ് എനർജീസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരാൾ നമ്മളോട് എന്തെങ്കിലും നെഗറ്റീവായിട്ട് പെരുമാറുന്നു, പ്രവർത്തിക്കുന്നു, ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് തിരിച്ച് നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ എനർജി പോസിറ്റീവ് ആവില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടുന്നത്, അതിനർത്ഥം ഒരാൾ നിങ്ങളെ അപമാനിക്കുകയോ നെഗറ്റീവായിട്ട് സംസാരിക്കുകയോ ചെയ്യാതെ കേട്ടിട്ട് തിരിച്ചു പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ളതല്ല. അസഭ്യ വാക്കുകളോ കാര്യങ്ങളോ പറയുകയാണെങ്കിൽ അതേ രീതിയിൽ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുക. നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സഭ്യമായിട്ടുള്ള ഭാഷയിൽ, പക്ഷെ നിങ്ങളുടെ ആത്മാഭിമാനം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിക്കുള്ള മറുപടി കൊടുക്കുക. പക്ഷെ കൂടുതൽ അതിലേക്ക് എന്റർടൈൻ ചെയ്യാതിരിക്കുക. ഒറ്റ സെന്റൻസിൽ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുക എന്നുള്ളതാണ്. എല്ലായിടത്തും ദൈവത്തെ കാണാനുള്ളൊരു കഴിവ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ദേഷ്യം, വാശി, ഇതുപോലെയുള്ള നെഗറ്റീവ് വികാരങ്ങളെ, അതായത് അങ്ങനെയുള്ള വികാരങ്ങളെ നിങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക. അതേപോലെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാം. സേക്രൽ ചക്ര ബാലൻസ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുന്നതും അതിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗൈഡഡ് മെഡിറ്റേഷൻ, അതും നോക്കാവുന്നതാണ് എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്നത്. ഇനി നമുക്ക് ഫയൽ നമ്പർ 3ലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങൾ ഫയൽ നമ്പർ 3 ഓർ കാർഡ് നമ്പർ 3 നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. മുരുകനാണ് വന്നിരിക്കുന്നത്. ഇനി നരസിംഹമൂർത്തി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അക്സെപ്റ്റൻസ് ആണ്.
ഈ ഒരു കാര്യം അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന വ്യക്തി നമ്മളുടെ ഉള്ളിലുള്ള അഹം എന്നുള്ളൊരു ഭാവം, നിങ്ങളുടെ എനർജിയിൽ കൂടുതൽ നരസിംഹമൂർത്തിയും മുരുകൻ സ്വാമിയാണ് വന്നിരിക്കുന്നത്. ഈ എനർജീസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണോ, നിങ്ങൾ ആരാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുകയും നിങ്ങൾ സ്വയം അംഗീകരിക്കുക. കാരണം നിങ്ങളുടെ പല ആളുകൾക്കും നിങ്ങൾ സ്വയമേ നിങ്ങളെ അംഗീകരിക്കുന്നില്ല, എന്നിട്ട് മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ മറ്റുള്ളവർ അംഗീകരിക്കാത്തതിന്റെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റുള്ളവരിലേക്ക് നൽകുന്ന എനർജി അല്ലെങ്കിൽ വൈബ് അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഞാൻ ഈ അംഗീകാരത്തിന് അർഹതയുള്ള ആളല്ല, അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള എനർജിയാണ് മറ്റുള്ളവരേക്ക് പാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്വയം അംഗീകരിക്കുക. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഈ മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിലപ്പോൾ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുക? വി ബ്ലെയിം അവർ സെൽസ് അല്ലെങ്കിൽ വി ബ്ലെയിം അതേഴ്സ്. മറ്റുള്ളവരെ ഈ ബ്ലെയിം ഗെയിം നമ്മൾ പറയും. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സ്വയം ബ്ലെയിം ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഒരു കൂട്ടം. മറ്റൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവര് ചിലപ്പോൾ മാതാപിതാക്കളുടെ അടുത്തായിരിക്കും പറയും, നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്. അല്ലെങ്കിൽ മാതാപിതാക്കൾ ചിലപ്പോൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവർ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കാതിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ട്. ചിലപ്പോൾ അവർ പേർപ്പസ്ഫുള്ളി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയാതെയാണെങ്കിലും അവർ നിങ്ങളുടെ ജീവിതം ഈ ഒരു ലെവലിലേക്ക് ആയതിന് അവരായിരിക്കും കാരണം. പക്ഷെ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫൊഗീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവർ തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ കാര്യങ്ങൾ അധികം അനാവശ്യമായിട്ട് ചികഞ്ഞു പോകേണ്ടതില്ല. കാര്യം എന്താണ്, എങ്ങനെയാണോ അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് കൂടുതൽ ചികഞ്ഞ് ആലോചിച്ചത് കൊണ്ട് നമുക്ക് പ്രയോജനമില്ല. കാരണം ആരെയും കോർട്ടിൽ നിർത്തി കേസ് കൊടുത്ത് ഇതാണ് സത്യം എന്ന് തെളിയിക്കാനൊന്നും പോകുന്നില്ല. പലപ്പോഴും പല ബന്ധങ്ങളും ടോക്സിക് ആയിരിക്കാം. അതാരും എല്ലാവരും അത് തമാശയായിട്ട് കരുതുന്നുണ്ടാവാം. അപ്പോൾ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ പെൺകുട്ടിയും ആൺകുട്ടിയും വേർതിരിച്ച് കാണുന്നതും അവരോടുള്ള സ്നേഹം അല്ലെങ്കിൽ കൂടുതൽ മീൻ കഷ്ണം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത് കാണിക്കുമ്പോൾ അതൊരു തമാശ എല്ലാവരും ചിരിച്ച് കാണുന്നുണ്ടാവാം. പക്ഷെ അതിന്റെ ഉള്ളിലും ഒളിഞ്ഞു കിടക്കുന്ന സോഷ്യൽ കണ്ടീഷനിങ്, അതായത് അവർ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യത്തിൽ ഇങ്ങനെയാണ് എന്നുള്ളത് അവരുടെ മനസ്സിൽ ഉറച്ചുപോയി. അടിയുറച്ചുപോയ പല കാര്യങ്ങളും നമ്മൾ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ വളർന്നു വലുതായിട്ടുള്ള ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഫൊഗീവ് ദം, ഫൊഗീവ് യുവർ സെൽഫ്. അതായത് അവരോട് ക്ഷമിക്കുക മാത്രമല്ല, നിങ്ങളോട് ക്ഷമിക്കണം. കാരണം പലപ്പോഴും ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് അവരോടുള്ള ദേഷ്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവര് അവരോട് ക്ഷമിക്കുക. അല്ലെങ്കിൽ ചില ആളുകൾ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടാവാം, എന്റെ കുറ്റമാണെന്നുള്ള രീതിയിൽ. ഇനിയിപ്പോ രണ്ട് കാര്യത്തിനാണെങ്കിലും കുറ്റങ്ങളും കുറവുകളും കാര്യങ്ങളൊക്കെ വിട്ടുകളയാം. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആ വ്യക്തിക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു, അതേപോലെ തന്നെ ഞാൻ എന്നോടും ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഏതാണ് എന്നുള്ള ചികഞ്ഞ് ആലോചിക്കാതെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഒരു ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒപ്പീനിയൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ എന്താണോ എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളുടെ ട്രൂ സെൽഫ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു റിലീഫ് നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് എല്ലാം ഫിക്സ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പൊ എല്ലാ കാര്യം ഫിക്സ് ചെയ്യാൻ പോകരുത്. അപ്പൊ ചില ആളുകളുടെ ഉള്ളിലും നമ്മൾ പറയേണ്ട ഒരു ക്ലോഷർ കിട്ടിയില്ല എന്ന്. കാരണം ചില ആളുകളും അവരുടെ ഉള്ളിൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആള് ഒരിക്കലും വന്ന് മാപ്പ് പറഞ്ഞാലേ ആ വ്യക്തിയോടുള്ള മാപ്പ് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുമെന്ന് പറയും. പക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ എന്തും ആയിക്കോട്ടെ, നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. ആ വ്യക്തി ചിന്തിക്കുന്നത് ആ വ്യക്തി തെറ്റ് ചെയ്തില്ല എന്നായിരിക്കും. ചില പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ അത് നിങ്ങളെ ബാധിക്കേണ്ട കാര്യമില്ല. ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഡോണ്ട് പ്ലേസ് ടു മച്ച് ഇമ്പോർട്ടൻസ് ഓൺ അതർ പീപ്പിൾസ്. അവരുടെ
ചിന്തകളോ ഇതിലോ പ്രവൃത്തിയിലോ ആയിരിക്കരുത് നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു കുറച്ചുകൂടി ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലാണ്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ ഉള്ളൊരു സമാധാനം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുറന്ന മനസ്സോട് കൂടിയിട്ട് സിറ്റുവേഷൻസ് ഇതാണ്, ഇതിലൊന്നും സിറ്റുവേഷൻസിൽ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതാണ് സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കുകയും അത് തുറന്ന് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഐ ഫൊർഗീവ് യു ആൻഡ് ഐ ഫൊർഗീവ് മൈസെൽഫ് എന്നുള്ളത് നിങ്ങൾ ഒരു അഫർമേഷനായിട്ട് നിങ്ങൾ എഴുതി പറയാനും ശ്രമിക്കാം. 21 days അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് നിങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. യുവർ ലൈഫ് പർപ്പസ് ഇസ് ടു അക്സെപ്റ്റ് യു. കാരണം നിങ്ങൾ ഈ പാസ്റ്റ് ലൈഫ് കർമ്മ പറയുകയാണെങ്കിലും പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഇതിനേക്കാൾ നെഗറ്റീവ്, അതായത് ഇതിനേക്കാൾ സ്വയം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്തൊരു രീതിയിലാണ്. നിങ്ങളുടെ ഈ ഒരു ലൈഫിലെ നിയോഗം എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ആണ്. അപ്പൊ അതിന് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം എല്ലാവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക. അതായത് മനസ്സിന് ഒരു ആത്മാഭിമാനം തോന്നുന്ന സാഹചര്യം, സ്വന്തം ജീവിതത്തിൽ ആത്മാഭിമാനം കൂടിയിട്ടുള്ളൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ നിയോഗം എന്ന് പറയാം. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വാഴ നനയ്ക്കുമ്പോൾ ചീരയും നനഞ്ഞോളും എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരും മറ്റുള്ളവരിലും പല മാറ്റങ്ങൾ വരുന്നുണ്ട്. അവരുടെ ജീവിതത്തിലും സന്തോഷവും സംതൃപ്തി ഐശ്വര്യവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിയോഗം ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കന്ദനാണ്, അതായത് മുരുകൻ സ്വാമിയാണ്. അപ്പോൾ ഇതും അക്സെപ്റ്റൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. കാരണം ഇപ്പോൾ ഈ ഒരു സാഹചര്യം നമ്മൾ മാമ്പഴം ത്തിന്റെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ശിവപാർവതിമാർക്ക് നാരദൻ ഒരു മാമ്പഴം കൊണ്ടേ കൊടുക്കുകയാണ്. എല്ലാത്തിലും വഴക്കുണ്ടാക്കുക എന്നുള്ളത് നാരദന്റെ ഒരു ശീലമാണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അപ്പോൾ നാരദൻ ഇത് കൊടുത്തിട്ട് ഒരെണ്ണം കൊണ്ടേ കൊടുക്കുകയാണ്. അതേസമയം 2 മക്കൾ അവിടെ ആ സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് പറയുന്നു. ആ സമയത്ത് ഈ ഒരു മാമ്പഴം മുഴുവനായിട്ട് 2 പേർക്കും വേണം എന്നുള്ളൊരു ചിന്ത. അപ്പോൾ ഇത് ആർക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ ഈ ലോകം 3 തവണ ചുറ്റി വരുന്ന ആദ്യം 3 തവണ ചുറ്റി വരുന്ന ആൾക്ക് ഇത് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മുരുകൻ സ്വാമിയുടെ വാഹനം എന്ന് പറയുന്നത് മയിലാണ്. അതുകൊണ്ട് തന്നെ പറന്ന് ലോകം ചുറ്റി വരാൻ സമയം വളരെ കുറച്ച് മതി. അതേസമയം എലിയാണ് മഹാഗണപതിയുടെ വാഹനം എന്ന് പറഞ്ഞാൽ എലിയുടെ പുറത്ത് ലോകം ചുറ്റി വരാൻ നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഇരിക്കെ പാർവതി ദേവിയും പരമശിവനും ഇരിക്കുന്നിടത്ത് 3 വട്ടം ചുറ്റിയതോടുകൂടി മാതാപിതാക്കളാണ് ലോകം. അവരെ ചുറ്റി 3 തവണ വരുമ്പോൾ ലോകം ചുറ്റി എന്നുള്ള രീതിയിൽ മാമ്പഴം ഗണപതിക്ക് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു കഥയാണ്. അതില് ഗോവിഷ്ഠനായിട്ടുള്ള മുരുകൻ സ്വാമി വഴക്കിട്ട് പിണങ്ങി പോകുന്ന ഒരു സാഹചര്യം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കൂടിയിട്ടാണെന്ന്. കാരണം നമ്മൾ ചില കാര്യങ്ങൾ എടുത്തു ചാടി പ്രവർത്തിക്കുക, നമ്മൾ വ്യംഗ്യാർത്ഥം വാച്യാർത്ഥം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ അതേപടി എടുക്കാതിരിക്കുക, മറിച്ച് അതിന്റെ ഇന്നർ മീനിങ് മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഹാർഡ് വർക്കിനേക്കാൾ കൂടുതൽ സ്മാർട്ടായിട്ട് ചിന്തിച്ചിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളൊരു എനർജിയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാതെ ബുദ്ധിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ അത് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക എന്നുള്ളതും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക. ചിലപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ ഒരുപക്ഷെ അവരുടെ നിങ്ങളെക്കാൾ ബുദ്ധിപരമായിട്ട് മുന്നിട്ട് നിൽക്കുന്ന, അതായത് ബുദ്ധി ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ അവർ എടുത്തു ചാടി പ്രവർത്തിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ അത് മനസ്സിലാക്കുകയും മുന്നോട്ടേക്ക് ആ കാര്യത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുക. അതേപോലെ നരസിംഹദേവനെയാണ് ആരാധിക്കേണ്ടത്. നരസിംഹമൂർത്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റിവിറ്റീസും സ്ട്രെസ്സും ആങ്സൈറ്റി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ദൂരീകരിക്കാനായിട്ട് നരസിംഹസ്വാമിയെ ആരാധിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ലയൺ എനർജി ചില ആളുകളിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ചിങ്ങൻ രാശിയിൽ പെട്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നരസിംഹമൂർത്തിയെ ആരാധിക്കുക. അതുപോലെ തന്നെ
ഒത്തിരി കോപം, ദേഷ്യം, വാശി ഇങ്ങനെയുള്ള നെഗറ്റീവ് വിചാരങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിലുള്ള, നമ്മൾ പറയില്ല ശത്രു സംഹാര പൂജ ചെയ്യാന്ന്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ശത്രു എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവ് വിചാരങ്ങളാണ്. ആ വിചാരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നരസിംഹസ്വാമിയെ ആരാധിക്കുക. അതേപോലെ ലൈഫിലെ എല്ലാ നെഗറ്റിവിറ്റീസും എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളിപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഹിരണ്യകശിപുവിനെ അല്ലെങ്കിൽ ഹിരണ്യാക്ഷനെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് നരസിംഹ മൂർത്തിയാണ് ജന്മം കൊണ്ടിട്ടുള്ളത്. അതായത് ആ ഒരു അവതാരം. കാരണം മനുഷ്യനും മൃഗവും അല്ലാത്ത ഒരു ആയുധം കൊണ്ടും ഇദ്ദേഹത്തെ കൊല്ലാൻ പറ്റില്ല. മനുഷ്യരും മൃഗവും അല്ലാത്ത ഒരാൾ വേണം കൊല്ലണം. അതേപോലെ സന്ധ്യയ്ക്കും, അതായത് രാത്രിയിലും പകലും ആയിരിക്കരുത്. ഇങ്ങനെയുള്ളൊരു വരമാണ് ചോദിച്ചിട്ടുള്ളത്. കാരണം അതൊന്നും ഒരിക്കലും നടക്കില്ല എന്നുള്ള ചിന്തയാണ്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യനും മൃഗവും അല്ലാത്ത, മനുഷ്യനും മൃഗവും കൂടി ചേർന്നിട്ടുള്ള നരസിംഹം ജന്മം പൂണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ രാത്രിയും പകലുമല്ലാതെ ത്രിസന്ധ്യ നേരത്ത് വീടിനകത്തും പുറത്തുമല്ലാതെ ഉമ്മറപ്പടിയിൽ വെച്ചിട്ട് ആണ് ഈ ഒരു ഇദ്ദേഹത്തെ, ഈ അസുരനെ കൊന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനും ഇതേപോലെ നരസിംഹസ്വാമിയെ ആരാധിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരോ മറ്റു മതത്തിൽപ്പെട്ടിട്ടുള്ളവരോ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആരെ ആരാധിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം വന്നിരിക്കാം. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ചെയ്യുക വാട്ടർ മാനിഫെസ്റ്റേഷൻ ചെയ്യാവുന്നതാണ്. നമ്മൾ വാട്ടർ മാനിഫെസ്റ്റേഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചന്ദ്രനെ ആരാധിക്കുക എന്ന് പറയും. മൂൺ മാനിഫെസ്റ്റേഷൻ, ഫുൾ മൂൺ എനർജി, ഫുൾ മൂൺ എൻഡിങ് സമയത്തും ന്യൂ മൂൺ തുടക്കത്തിന്റെ എന്തെങ്കിലും പുതിയത് തുടങ്ങുന്നത് സംബന്ധിച്ചും ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു എനർജി സന്ധ്യയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ മൂണാണ് സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഫുൾ മൂൺ, ന്യൂ മൂൺ എനർജീസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോസ് ഇത്രയുമാണ് പറയാനുണ്ടായിരുന്ന. ഒരു ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്, പറഞ്ഞപ്പോൾ കുറച്ച് കൂടിപ്പോയി. എന്തായാലും നമുക്ക് ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു.